ഇപ്പോൾ 48 സീറ്റുകൾ ഹരിയാനയിൽ ലീഡ് കൂട്ടിയിരിക്കുകയാണ് ബിജെപി. 48-36 2 INLD പ്ലസ് സ്വതന്ത്ര 4 സീറ്റുകളിൽ ഇപ്പോഴും ലീഡ് ചെയ്യുകയാണ്. പക്ഷേ ബിജെപിക്ക് ഹരിയാനയിൽ ഭരണം നിലനിർത്തുവാനുള്ള സാഹചര്യം ഇപ്പോഴും അത് കൂടി വരികയാണ്. 46 കടന്ന് 47 കടന്ന് ഇപ്പോൾ 48ലേക്ക് എത്തിയിരിക്കുകയാണ്. അത് ഒരു ഘട്ടത്തിൽ 50-ന് മുകളിൽ പോയതാണ്. പക്ഷേ ഈ ഒരു ലീഡ് നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയുമെന്ന് തന്നെ ഇപ്പോൾ കരുതാം. ഇല്ലേ അഭിലാഷ്? 12 സീറ്റുകളുടെ വ്യത്യാസമാണ് മഞ്ജുഷ. അതിനെ ചെറുതായി കാണാൻ സാധിക്കില്ല. 36 സീറ്റുകളുള്ള കോൺഗ്രസ്, 48 സീറ്റുകളിൽ മുൻതൂക്കമുള്ള ബിജെപി. ഇപ്പോഴും 12 സീറ്റുകളാണ് കോൺഗ്രസുമായുള്ള വ്യത്യാസം എന്നതാണ് വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നത്. 48 സീറ്റുകൾ, 46 കേവല ഭൂരിപക്ഷത്തിന് 2 സീറ്റുകൾ അധികമായി നിലനിർത്തുന്നു. അപ്പുറത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 12 സീറ്റുകളുടെ കുറവുണ്ടാകുന്നു എന്നതാണ്. അതിനെ പരിഹരിക്കുക എന്നതാണ് ഇതിൽ ഏറ്റവും ഡാമേജ് എന്നത്. തീർച്ചയായും കോൺഗ്രസും ബിജെപിയും തമ്മിലുള്ള പോരാട്ടത്തിൽ കോൺഗ്രസ് പിന്നിൽ പോകുന്നു എന്നതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. അവിടെ INLDക്കോ മറ്റുള്ളവർക്കോ കാര്യമായ പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്നില്ല. AAP ഒരുപക്ഷെ വോട്ട് ചോർത്തി എന്ന ആരോപണത്തെ ശരിവെക്കുന്ന കണക്കുകൾ ആയിരിക്കാം തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഈ വോട്ട് ചോർച്ച, അതായത് ഇന്ത്യ സഖ്യം എന്ന നിലയിൽ AAP കൂടി ഒരുമിച്ച് മത്സരിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ 36 എന്ന ടാലിയിൽ വലിയ മാറ്റമുണ്ടായേനെ. ബിജെപിയുടെ വോട്ടുകൾ പിളർത്താൻ AAPക്ക് സാധിച്ചിട്ടില്ല. മറിച്ച് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായുള്ള വിശാല ഇന്ത്യ സഖ്യത്തിന്റെ ദേശീയ തലത്തിൽ ഭാഗമായിട്ടുള്ള AAP കൂടി മത്സര രംഗത്ത് ഇറങ്ങിയപ്പോൾ അത് കോൺഗ്രസിന് ലഭിക്കേണ്ട, അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം ഒരുമിച്ച് നിന്നാൽ ലഭിക്കേണ്ട വോട്ടുകൾ ആണ് ചിതറിപ്പോയത് എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ അനുമാനിക്കാൻ. അത് ബിജെപി ആയുധമാക്കി നേട്ടമാക്കി മാറ്റി എന്നുള്ളതാണ്. ഇത്തരം ചില നിരീക്ഷണങ്ങൾ ബിജെപി നേതാക്കൾ നേരത്തെ തന്നെ നടത്തിയിരുന്നു. അതിനെ ശരിവെക്കുന്നതാണ്. അതായത് സൈനി ആവർത്തിച്ചു പറഞ്ഞിരുന്നു, അതായത് ഈ വോട്ടെണ്ണൽ ആരംഭിച്ചപ്പോൾ ബാലറ്റ് പേപ്പർ അല്ലെങ്കിൽ വോട്ടിംഗ് മെഷീനിലേക്ക് കടക്കുന്നതിന് മുമ്പ് തപാൽ വോട്ടുകൾ എണ്ണിയപ്പോൾ അത് കൃത്യമായ ഭരണവിരുദ്ധ വികാരത്തിന്റെ സൂചനയാണ് എന്നായിരുന്നു അനുമാനിക്കപ്പെട്ടിരുന്നത്. ഏതാണ്ട് പോസ്റ്റൽ വോട്ടുകളിൽ ഭൂരിഭാഗവും കോൺഗ്രസിന് തന്നെയാണ് പെട്ടിയിൽ വീണത് എന്നതിൽ തർക്കമില്ല. ആ ഘട്ടത്തിൽ ബിജെപി ചിത്രത്തിലേ ഉണ്ടായിരുന്നില്ല. അത്രമേൽ വലിയ 3 ഇരട്ടി വരെ എതിരാളികളെക്കാൾ മുന്നിൽ നിന്നിരുന്നു. ആ ഘട്ടത്തിൽ പോലും സൈനി ആവർത്തിച്ചു പറഞ്ഞു, സർക്കാർ രൂപീകരിക്കുക തന്നെ ചെയ്യും, ഞങ്ങൾ പിന്നിൽ പോകില്ല എന്ന്. ഇപ്പോഴിതാ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ 8 സീറ്റുകളുടെ മുൻതൂക്കം ഇപ്പോൾ ഈ ഘട്ടത്തിൽ, അതായത് വോട്ടെണ്ണൽ ആരംഭിച്ച് ഏതാണ്ട് 4 മണിക്കൂറുകൾ എന്ന നിലയിലേക്ക് 4 മണിക്കൂറുകൾ 3.5 മണിക്കൂറുകൾ പിന്നിടുമ്പോൾ പോലും ഇഞ്ചോടിഞ്ച് 49 വീണ്ടും ബിജെപി നില ഉയർത്തുകയാണ്. 9 സീറ്റുകളിൽ അധികമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 9 സീറ്റുകൾ, കോൺഗ്രസിനേക്കാൾ 14 സീറ്റുകളുടെ നേട്ടം, 14 സീറ്റുകൾ അധികമായി നേടിക്കൊണ്ട് ഇപ്പോഴും ബിജെപി ജൈത്രയാത്ര തുടരുകയാണ്. വളരെ പിന്നിൽ നിന്നിരുന്ന, കോൺഗ്രസിനേക്കാൾ ഏറെ പിന്നിൽ നിന്നിരുന്ന, പകുതിയിൽ അധികം സീറ്റുകൾ നഷ്ടപ്പെട്ട് നിന്നിരുന്ന ബിജെപിയാണ് പിന്നീട് കുതിപ്പ് നടത്തിയത്. ആ കുതിപ്പിപ്പോൾ തുടരുന്ന സാഹചര്യം ആണുള്ളത്. ഇപ്പോഴും 49 സീറ്റുകൾ. ഇനി പ്രേക്ഷകർ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് വളരെ കുറച്ച് റൗണ്ടുകൾ മാത്രമാണ് എണ്ണാനുള്ളത് എന്നതാണ്. ഈ ട്രെൻഡ് ഈ നിലയിൽ തന്നെ നിലനിർത്താൻ സാധിച്ചാൽ 46 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എത്താനോ അതിനെ മറികടക്കാനോ ബിജെപിക്ക് സാധിക്കുമെന്ന് തന്നെ വേണം നമുക്ക് അനുമാനിക്കാൻ. 35 ഇപ്പോഴും ഈ അധികാരത്തിലേക്ക് എത്തുന്നതിന് ആവശ്യമായ സീറ്റുകളേക്കാൾ 11 സീറ്റിന്റെ കുറവ് കോൺഗ്രസ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. 11 സീറ്റുകൾ കൂടി അധികമായി നേടിയാൽ മാത്രമാണ് ഈ ഘട്ടത്തിൽ, ഈ നിരീക്ഷണത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിലേക്ക് തിരികെ എത്താൻ. ഹരിയാനയിൽ എന്തായാലും ബിജെപി 49 എന്നുള്ളത് സേഫ് ആയിട്ടുള്ള ഒരു നമ്പറാണ്. അതിൽ നിന്ന് വലിയ മാറ്റം ഉണ്ടാകുന്നില്ല. 46, 47, 48, 49 ഇതാണ് കഴിഞ്ഞ അരമണിക്കൂറായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഹരിയാനയിൽ. അതുകൊണ്ട് വലിയ വ്യത്യാസം ഹരിയാനയിൽ ഉണ്ടാകുന്നില്ല. ഇപ്പോൾ ശ്രീജിത്ത് ദിവാകരൻ, മാത്യു